ഇന്ത്യ ആര് ഭരിക്കും എന്ന് നിർണായക തീരുമാനമെടുക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഹിന്ദി ബെൽറ്റ്. ഈ ഹിന്ദി ബെൽറ്റിൽ തന്നെ ഏറ്റവും നിർണായക സ്വാധീനമുള്ള സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ NDA വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇനിയും ഇന്ത്യ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ കൂടി തീരുമാനമാവുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സമ്പൂർണ്ണ പതനമാണ് നമ്മൾ കാണുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അശക്തനാവുന്ന കാഴ്ച. ബീഹാറിൽ കോൺഗ്രസ് രാഷ്ട്രീയം വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. കോൺഗ്രസ് തകർന്നടിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 3-ാം മണിക്കൂർ പിന്നിട്ടപ്പോൾ കോൺഗ്രസ് 2 അക്കം പോലും കിട്ടാതെ കിതച്ചത് വരെ നമ്മൾ കണ്ടു. CPI MLന് പോലും കോൺഗ്രസിനേക്കാൾ വേരാഴം ബീഹാറിൽ ഉണ്ട് എന്ന് തെളിഞ്ഞു. ഇത്തവണ 61 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. മുന്നണിയിലെ മറ്റു പാർട്ടികളും കോൺഗ്രസും തമ്മിൽ 7 സീറ്റുകളിൽ പരസ്പരം മത്സരിച്ചതും മഹാസഖ്യത്തിന് തിരിച്ചടിയായി. കോൺഗ്രസിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 70 സീറ്റുകളിലാണ് മത്സരിച്ചത്. 19 സീറ്റുകളിൽ വിജയിച്ചു. അന്ന് കോൺഗ്രസിന് ലഭിച്ച ആകെ വോട്ട് വിഹിതം 9.48%. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ റാലിയുടെ എല്ലാം മികവിൽ കൂടുതൽ സീറ്റുകൾ വിജയിച്ചു കയറുമെന്ന് കോൺഗ്രസിന് ആവശ്യ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തകർന്നു. വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങൾ സജീവമാക്കി കോൺഗ്രസ് രംഗത്ത് വന്നെങ്കിലും അതൊന്നും ഏശിയില്ല. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിലെ അല്ലെങ്കിൽ ഹരിയാനയിലെ വോട്ട് ചോരി എന്നതിനേക്കാൾ ഉപരിയായി കുറച്ച് പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുക, വോട്ട് ചോരി എന്ന പേരിൽ ബൈക്ക് റാലി നടത്തുക എന്നതിനേക്കാൾ കവിഞ്ഞ് അത്തരമൊരു പ്രശ്നം ഈ നാട്ടിലുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ ഒരു അഫിഡവിറ്റ് പോലും കൊടുക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷ നേതാവിനെ സത്യത്തിൽ ജനങ്ങൾക്ക് മടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തവണ കോൺഗ്രസ് സംസ്ഥാനത്തെ പ്രമുഖരെ എല്ലാം സ്ഥാനാർത്ഥികളാക്കിയിരുന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം കുടുംബ സംവരണ മണ്ഡലത്തിൽ മത്സരിച്ചു. മുതിർന്ന നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ കത്തുവയിലും, ശശ്രാവത് കേദാർ പാണ്ഡെ നർക്കട്ടിയഗഞ്ചിലും, കമറുൽ ഗോഡ കിഷൻ ഗഞ്ചിലും ജനവിധി നേടിയിരുന്നു. ദുർബലമായ താഴെത്തട്ടിലുള്ള സംഘടന, സഖ്യത്തിലെ ആന്തരിക സംഘർഷങ്ങൾ യഥാർത്ഥ വോട്ടുകളാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതോടെ ഈ പ്രമുഖരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തോറ്റുമടങ്ങി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് പാർട്ടിയെയും മഹാസഖ്യത്തെയും സഹായിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു. RJD, കോൺഗ്രസ്, CPI, CPM, CPIML, മുകേഷ് സഹാനിയുടെ വികാസ് ശ്രീൽ ഇൻസാൻ പാർട്ടി, ഇന്ദ്രജിത് പ്രസാദ് ഗുപ്തയുടെ ഇന്ത്യൻ ഇൻക്ലൂസീവ് പാർട്ടി തുടങ്ങിയവയായിരുന്നു NDAക്കെതിരായ മഹാഗഡ്ബന്ധനിൽ ഉണ്ടായിരുന്നത്. RJDയുടെയും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിന്റെ കരുത്തിലായിരുന്നു സഖ്യത്തിന്റെ ആകെയുള്ള നിലനിൽപ്പ്. യുവ വോട്ടർമാർക്കിടയിൽ തേജസ്വിയുടെ സ്വീകാര്യതയും മറ്റും വോട്ടായി മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അതായത് കോൺഗ്രസിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പൂർണ്ണമായും പരാജയപ്പെട്ടു. മുസ്ലിം യാദവ വോട്ട് ബാങ്കിനെ ആശ്രയിച്ചിരുന്ന RJDക്ക് ഇക്കാലങ്ങളിൽ അവരുടെ അടിത്തറ വിപുലപ്പെടുത്താൻ കഴിയാതെ പോയതും പരാജയത്തിന് കാരണമായി. മാത്രമല്ല, ജനസ്വരാജ് പാർട്ടിയും ഒവൈസിയുടെ പാർട്ടിയും RJDയുടെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി. ഇത് NDAക്ക് ഗുണകരമായി മാറി. മറ്റൊരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ബലം ദുർബലമായിരുന്നു എന്ന് എടുത്തു പറയണം. ബൂത്ത് തലത്തിൽ ദുർബലവും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ സംഘടനയായി കോൺഗ്രസ് മാറി. RJDയുടെ ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും വോട്ടർ സമാഹരണത്തിനും പ്രചരണത്തിനുമായി കോൺഗ്രസ് സഖ്യ പങ്കാളിയെ വളരെയധികം ആശ്രയിച്ചിരുന്നു. കൂടാതെ പല മണ്ഡലങ്ങളിലും പാർട്ടി പ്രവർത്തകർ പോളിംഗ് ബൂത്തുകളിൽ ഇല്ലായിരുന്നു. ഇത് NDAക്ക് വോട്ടർമാരുടെ ഇടത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ എളുപ്പമാക്കി എന്നൊക്കെ പറയാമെങ്കിലും കോൺഗ്രസിന്റെ കഴിവില്ലായ്മയാണിത്. ജനക്കൂട്ടത്തെ ആകർഷിച്ച ഒരു പ്രാരംഭ വോട്ടധികാർ യാത്രയൊക്കെ നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി. വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നിർണായകമായി പ്രചരണ കാലയളവിലൊക്കെ ഉണ്ടാകുന്ന രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് നിന്ന് പുറമായി മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ അഭാവം, താല്പര്യമില്ലായ്മ, സുസ്ഥിരമായ ആസൂത്രണത്തിന്റെ അഭാവവും ഒക്കെ ജനങ്ങൾ ശ്രദ്ധിച്ചു. പ്രാരംഭ ആവേശം മങ്ങി. പ്രധാന ജില്ലകളിൽ പാർട്ടിക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ പോലും കഴിയാതെ വന്നു. മഹാഗഡ്ബന്ധനിൽ സീറ്റ് വിഭജന തർക്കങ്ങളാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി വന്നത്. രാഹുലിന്റെ റാലികളിൽ മികച്ച ജനക്കൂട്ടം ഉണ്ടായിരുന്നിട്ടും തെരഞ്ഞെടുപ്പ് ദിവസം ഈ പൊതു താല്പര്യം യഥാർത്ഥ വോട്ടുകളാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. SIR അടക്കമുള്ള കാര്യങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസ് നടത്തിയത്. 65 ലക്ഷം വോട്ടർമാരെ ഇല്ലാതാക്കി, വോട്ട് മോഷണം, ജനാധിപത്യത്തെ കൊലപ്പെടുത്തൽ എന്നീ രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള ആരോപണങ്ങൾ സത്യത്തിൽ മിക്ക വോട്ടർമാർക്കും മടുത്തിരുന്നു എന്നതാണ്. അതേസമയം NDA എന്താണ് ചെയ്തത്? ക്ഷേമ പദ്ധതികൾ, ജോലികൾ, വികസനം എന്നിവ സംസാരിച്ചു. മറ്റൊന്ന് കാസ്റ്റ് പൊളിറ്റിക്സ് ആണ്. അത് 2 പാർട്ടികളും മത്സരിച്ച് ചെയ്തിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ സന്ദേശങ്ങൾ പലപ്പോഴും ഏതെങ്കിലും പ്രാദേശിക വിഷയങ്ങളെയൊക്കെ അവഗണിക്കുകയും എന്നാൽ പ്രാദേശിക വിഷയങ്ങളെ അവഗണിക്കുന്ന ഒന്നായിരുന്നു. NDAയുടെ സുശാസൻ പദ്ധതി, നല്ല ഭരണം എന്ന ആഖ്യാനത്തെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നുള്ള അവരുടെ ആപ്തവാക്യങ്ങളും ഒക്കെ ജനകീയമായി മാറി.
തേജസ്വി യാദവിന്റെ RJD ബ്ലോക്കിലെ ഏറ്റവും ശക്തമായ വ്യക്തിഗത പാർട്ടിയെ തുടർന്നെങ്കിലും കോൺഗ്രസിലെ തുടർച്ചയായി മോശം പ്രകടനം, തന്ത്രപരമായ പിഴവുകൾ മഹാഗഡ്ബന്ധൻ സഖ്യത്തെ തകർത്തിട്ടുണ്ട്. മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ ഇൻഎഫിഷ്യൻസിയാണ്. രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കേണ്ട ഒരു പാരമ്പര്യമൊന്നുമില്ല. പേരിനൊഴുക്കം ഗാന്ധിയുണ്ട് എന്നുള്ളൊരു കുടുംബ ബന്ധം അല്ലെങ്കിൽ കുടുംബവാഴ്ചയുടെ ഭാഗമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്. മാത്രമല്ല അദ്ദേഹം NDA സർക്കാരിനെ അല്ലെങ്കിൽ BJPയെ, മോദിയെ പോലെ വലിയൊരു ഫിഗറിനെയൊക്കെ എതിർക്കാൻ മാത്രമുള്ള കേപ്പബിലിറ്റി അദ്ദേഹത്തിന് ഇല്ല എന്നൊരു ബോധ്യം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. കഴിഞ്ഞ 3 തവണയായും എന്തുകൊണ്ടാണ് മോദി സർക്കാർ അധികാരത്തിലെത്തുന്നതെന്ന് പോലും ഇരുന്ന് പഠിക്കാത്ത രാഹുൽ ഗാന്ധി എന്തായാലും ബീഹാറിലും അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ബൈക്ക് റാലികൾ, ജൻസിയെ വിളിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ വോട്ട് ചോരി പോലെയുള്ള ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ബീഹാറിൽ കഴിഞ്ഞ 25 വർഷമായി ഭരിക്കുന്ന നിതീഷ് കുമാറിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനോ ഇവർക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കുടുംബവാഴ്ചയുടെ അവസാന വാക്കായ രാഹുൽ ഗാന്ധിയുടെ ഇൻഎഫിഷ്യൻസി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. എന്തായാലും ഇതിനെയും നിങ്ങൾ കേവലം വോട്ട് ചോരിയെന്നും വോട്ട് അട്ടിമറിയെന്നും പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നതെങ്കിൽ ആ നാട്ടിൽ NDAക്ക് വേണ്ടി വോട്ട് ചെയ്ത സാധാരണക്കാരായ ആളുകൾ നാളെ നിങ്ങളെ പൂർണ്ണമായും അർത്ഥത്തിൽ എഴുതിത്തള്ളും. അങ്ങനെ വന്നാൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിന്നിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്നത്തേക്കുമായി ഇല്ലാതെയാകുന്നൊരു കാര്യം വരും. അതെന്തായാലും രാഹുൽ ഗാന്ധിയിലൂടെ ഉണ്ടാകാൻ പാടില്ല. നമസ്കാരം.